ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 2 ആണ്, 5ാം ക്ലാസ് ന്യൂ SCERT. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോവാം. ഫസ്റ്റ് തന്നെ ഒക്ടോബർ 16 എന്താണ്? ലോക ഭക്ഷ്യദിനമാണ് അല്ലേ? ലോക ഭക്ഷ്യദിനമാണ് ഒക്ടോബർ 16 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് തുടങ്ങിയവയായിരുന്നു ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അടുത്തത് ധാന്യപുരയാണ്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന നദീതട സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, അപ്പോൾ സിന്ധു നദീതട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ധാന്യപുര എന്ന് പറയുന്നത്. ഓക്കെ, ഇഷ്ടിക കൊണ്ടാണ് അന്നത്തെ ധാന്യപുരകൾ കെട്ടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ധാന്യങ്ങളാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന നദീതട സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരമാണ് അഥവാ ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ധാന്യപുര നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികൾ കൊണ്ടാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് പറയുന്നത് കൈമാറ്റ സമ്പ്രദായമാണ്. ഓക്കെ, എന്താണ് കൈമാറ്റ സമ്പ്രദായം? നാണയ വ്യവസ്ഥ നിലയിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബാർട്ടർ സമ്പ്രദായം? സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്. നാണയ വ്യവസ്ഥയൊക്കെ വരുന്നതിന് മുൻപുള്ള സാധനങ്ങൾ പരസ്പരം കൈമാറ്റുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതാണ് എന്ന് പറയുന്നത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബാർട്ടർ സമ്പ്രദായം? സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന പഴയകാല രീതിയായിരുന്നു ഇത്. കൈമാറ്റ രീതിയായിരുന്നു ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതക്കാർ എന്നിവർ നമ്മുടെ വിദൂര ദേശങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ വന്ന് കൈമാറ്റം ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കൈമാറിയിട്ടുള്ള കാര്യങ്ങളാണ് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക എന്ന് തുടങ്ങിയത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ് ഇവയൊക്കെ. ഓക്കെ, അതിൽ തന്നെ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനമാണ് ഏതെന്ന് പറയുന്നത്? കുരുമുളക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക്. അതേസമയം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ചോദിച്ചു കഴിഞ്ഞാൽ ഏലമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ജന്മദേശമാണ്. ഓക്കെ, പേരയ്ക്ക മെക്സിക്കോയിലാണ് ജന്മദേശം. പേരയ്ക്കയുടെ ജന്മദേശം എവിടെയാണ്? മെക്സിക്കോ ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പേരയ്ക്കയാണ്. എന്താണ്? ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴവർഗ്ഗമാണ് ഇതെന്ന് പറയുന്നത് പേരയ്ക്ക എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരാണ് ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. വിറ്റാമിൻ ABC തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? വിറ്റാമിൻ ABC തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് പേരയ്ക്ക നമുക്കറിയാം എവിടുന്ന വന്നത്? മെക്സിക്കോയിൽ നിന്നാണ്. മെക്സിക്കോ ആണ് ജന്മദേശം എന്ന് പറയുന്നത്. വന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അടുത്തത് പപ്പായയുടെ ജന്മദേശം ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ്. ഓക്കെ, അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം എന്ന് പറയുന്നത്. കൈതച്ചക്കയാണെങ്കിൽ ബ്രസീലാണ്. ഓക്കെ, ബ്രസീലാണ് കൈതച്ചക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത്. കശുവണ്ടിയുടെയും ബ്രസീലാണ്. ഓക്കെ, കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീലാണ്. മരച്ചീനി ആണെങ്കിൽ തെക്കേ അമേരിക്കയാണ്. ഓക്കെ, തെക്കേ അമേരിക്കയാണ് മരച്ചീനിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങാണെങ്കിൽ പെറുവിൽ നിന്നാണ്. ഓക്കെ, പെറു ആണ് ജന്മദേശം. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പേരക്ക എന്ന് പറയുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. പപ്പായ എന്ന ജന്മദേശം USA ആണ്. കൈതച്ചക്ക ബ്രസീലാണ്. കശുവണ്ടി ബ്രസീലാണ്. മരച്ചീനി തെക്കേ അമേരിക്കയാണ്. ഉരുളക്കിഴങ്ങ് പെറു ആണ് ജന്മദേശം എന്നുള്ളത് മറന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മിശ്രഭോജനം. ഓക്കെ, അതിൽ ഫസ്റ്റ് തന്നെ മിശ്രഭോജനം നടത്തിയ വർഷമാണ് 1917 മെയ് 29. ഓക്കെ, മിശ്രഭോജനം നടന്ന വർഷം എന്താണ്? 1917 മെയ് 29 ഓക്കെ, മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. നേതൃത്വം നൽകിയ വർഷം 1917 മെയ് 29. ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അതിന് നേതൃത്വം നൽകിയത് എറണാകുളം ജില്ലയിലെ ചേറായിലാണ്. ഓക്കെ, മിശ്രഭോജനത്തിന് നേതൃത്വം
നേതൃത്വം നൽകിയത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേറായിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മിശ്രഭോജനം നടന്നത് 1917 മെയ് 29. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് നേതൃത്വം നൽകിയത്? എറണാകുളം ജില്ലയിലെ ചേറായിലാണ്. ഇമ്പോർട്ടന്റ്. ഇനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ഏത് വർഷമാണ് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1943. ഇമ്പോർട്ടന്റ് ആണ്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷമാണ് 1943 എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഉണ്ട്. അതൊരു ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ബംഗാളിൽ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായിട്ട് നെൽകൃഷി വ്യാപകമായി തളിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആണ്. 1943 ബംഗാളിലെ ഭക്ഷ്യക്ഷാമം നടന്ന വർഷം. ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ തുടക്കം തന്നെ പറഞ്ഞ കാര്യമാണ്, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ മാതൃകയായ സംസ്ഥാനം ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നതും. എന്തിനുള്ളതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. ഇമ്പോർട്ടന്റ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. ഇമ്പോർട്ടന്റ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ഇനി റിപ്പീറ്റഡ് വരാം. ഓക്കെ, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമമാണ് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2013 മാറിപ്പോവരുത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. 2013 നിലവിൽ വന്ന ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം? ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാന്യവിളകളെല്ലാം പുല്ലുവർഗത്തിൽ പെടുന്നവയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പുല്ലുവർഗത്തിൽ പെടുന്ന ധാന്യവിളകളാണ് നമ്മുടെ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? പുല്ലുവർഗത്തിൽ പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ഇമ്പോർട്ടന്റ്. പുല്ലുവർഗത്തിൽ പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. അപ്പൊ ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് റാഗി, മണിച്ചോളം അഥവാ ജോവർ, ബാർലി, വരക്, ബജ്ര, തിന തുടങ്ങിയവയൊക്കെ ചെറുധാന്യങ്ങളാണ്. 2023 ഐക്യരാഷ്ട്രസഭ എന്ത് വർഷമായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ആ ചെറുധാന്യ വർഷത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഇത് എന്തായിരുന്നു ഇതിന്റെ ഇമ്പോർട്ടന്റ്? ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിന് നിത്യേന ഉൾപ്പെടുത്തണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഇനി കമ്പനി ബോർഡ്, LGSഉം VFAയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.